MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. ചെമ്മീൻ തൊഴിലാളികൾക്കായുള്ള കമ്മീഷന് പഴയ ഗതി ഉണ്ടാകുന്നത് സീഫുഡ് വർക്കേഴ്സ് സൊസൈറ്റി. ചെമ്മീൻ പീലിംഗ് തൊഴിലാളികളെ ജീവിത നിലവാരം പഠിക്കുന്നതിന് നിയോഗിക്കുന്ന സമിതിക്ക് പഴയ കമ്മീഷന്റെ ഗതി ഉണ്ടാകരുതെന്ന് സീഫുഡ് വർക്കേഴ്സ് സൊസൈറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചെമ്മീൻ ഫീലിംഗ് തൊഴിലാളികളുടെ ജീവിത നിലവാരം പഠിക്കുന്നതിന് സമിതിയെ നിയോഗിച്ചതിന് സീഫുഡ് വർക്കേഴ്സ് സൊസൈറ്റി സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ 8 അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും അതനുസരിച്ച് അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. 2022 ഫിഷറീസ് ഡയറക്ടർ നേരിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഉദ്യോഗസ്ഥർ ഇറങ്ങി ചെറുകിട പീലിംഗ് ഷെഡുകളെ ഉപദ്രവിക്കുന്നതല്ലാതെ യാതൊരുവിധ ആനുകൂല്യങ്ങളും നാളിതുവരെ തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. ഈ ഗതി പുതിയ അന്വേഷണ സമിതി റിപ്പോർട്ടിന്മേൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന സീഫുഡ് വർക്കേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് EO വർഗീസ് പറഞ്ഞു. 2 ഏകാംഗ കമ്മീഷൻ ഉൾപ്പെടെ കഴിഞ്ഞ 45 വർഷത്തെ 8 അന്വേഷണ കമ്മീഷനുകൾ ഗവൺമെന്റുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇവര് ഈ അന്വേഷണ കമ്മീഷനുകൾ രൂപീകരിച്ചതിന് ശേഷം ഇവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ അതിന് പ്രചരണം കൊടുക്കും. മാധ്യമങ്ങളിൽ പ്രചരണം കിട്ടിക്കഴിയുമ്പോൾ ഉടനെ ഉദ്യോഗസ്ഥന്മാരിറങ്ങി ചെറുകിട പീലിംഗ് ഉപദ്രവിക്കാൻ, ചെറുകിടക്കാരത്ത് പോയി ചെറിയ ചെമ്മീൻ കമ്പനികൾ പീലിംഗ് പറഞ്ഞു അവർ ഉപദ്രവിക്കുക എന്നല്ലാതെ വേറെ ഒരു നേട്ടവും തൊഴിലാളികൾക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ 18 ലക്ഷത്തോളം തൊഴിലാളികളുണ്ട്. കേരളത്തിൽ 8 ലക്ഷത്തിന് മേലും. 90% സ്ത്രീകളാണ്. ഇതിൽ വ്യവസായികൾ, അതായത് മുതലാളിമാർ സംഘടിതരാണ്. സ്വാഭാവികമായും രാഷ്ട്രീയക്കാർ അവരുടെ കൂടെയാണ്. ഈ തൊഴിലാളികൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുതലാളിമാരെ സമരത്തിന് വിളിച്ചാലും കുറച്ച് പേര്, അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ഈ മേഖലയിൽ പുതിയ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സാധാരണഗതി പോലെയാണ് ഫിഷറീസ് ഡയറക്ടർ, ESI ഡയറക്ടർ, പിന്നെ ലേബർ കമ്മീഷണർ, അങ്ങനെയുള്ള എല്ലാവരും കൂടിയുള്ള ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മീഷൻ പഴയ ഗതി ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പീലിംഗ് ഷെഡുകാരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറരുത്. സ്ത്രീ തൊഴിലാളികൾക്ക് പ്രയോജനം ഉണ്ടാകണം. ഇത്രയും നേരം പറഞ്ഞത് കുറ്റങ്ങളും കുറവുകളും മാത്രമാണ്. ഇനി പരിഹാരം പറയാനുള്ളത്, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണം ഇവർക്ക് വേണ്ടി. ഒരു വർഷം 63,000 കോടി രൂപയുടെ വിദേശ നാണ്യം തിരുത്തേണ്ട ഈ മേഖല, അതായത് നമ്മുടെ ചെമ്മീനും മീനും ഞണ്ടും ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ വരുമാനമുള്ള ഈ മേഖലയിൽ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാണ്. ഇതാണ് ഞങ്ങൾക്ക് പ്രശ്ന പരിഹാരമായി പറയാനുള്ളത്. അല്ലെങ്കിൽ പതിവ് ചാടിയായി പോകും. ചെമ്മീൻ പീലിംഗ് മേഖലയിലും മറ്റു മത്സ്യസംസ്കരണ മേഖലകളിലെയും തൊഴിലാളികളുടെയും യാതന നേരിട്ട് കണ്ടുപിടിക്കുന്നതിനും അവരുടെ തൊഴിൽ ജീവിതം, സാമ്പത്തികം, ആരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള നിർദ്ദേശങ്ങൾ പഠിച്ച് സമർപ്പിക്കുന്നതിനും സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു. ലേബർ കമ്മീഷണർ, ESI ഡയറക്ടർ, ഫിഷറീസ് ഡയറക്ടർ, വിവിധ തൊഴിലാളി സംഘടനകളിൽ നിന്നുള്ള ഓരോ പ്രതിനിധികൾ അംഗമായുള്ള സമിതിയെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സമിതി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ന്യൂസ് ബ്യൂറോ, അരൂർ.